ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ന്യൂക്ലിയസിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ സെക്ഷനിലെ നമ്മളെ മൂന്നാമത്തെ ക്ലാസ്സാണത്. നമുക്കിനി പഠിക്കേണ്ട നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് എ മെട്രിക്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് 2 ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ഹോംവർക്കിൻ്റെ ആൻസർ മാത്രം ഞാൻ വായിക്കുന്നു. 2x2 ഓർഡറിലുള്ള മെട്രിക്സ് ആയിരുന്നു. ആൻസർ മാത്രമായിട്ട് ഒന്ന് എഴുതിയിടാം. എന്തായിരുന്നു 2x2 ഓർഡറുള്ള മെട്രിക്സിൻ്റെ ജനറൽ ഫോം നമുക്കറിയാം. ജനറൽ ഫോം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇവിടെ എഴുതിയതാണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരുന്നു? Aij ഈക്വൽ ടു I/J ആയിരുന്നു. I/Jയുടെ മെട്രിക്സ് എങ്ങനെ വരുമെന്ന് നോക്കാം. 1 വരും, അടുത്തത് 1/2 വരും. 1 വരും, 1/2 വരും, അടുത്തത് 2 വരും, 1 വരും. അപ്പോൾ ഇതാണ് Aij. ആൻസർ മാത്രം ഞാൻ എഴുതുന്നുള്ളൂ. Aij നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം തന്നെയാണ്. Aij ഈക്വൽ ടു I/J 2x2 ഓർഡറാണ് വേണ്ടത്. 2x2 ഓർഡറാണ് വേണ്ടത്. അതിൻ്റെ അകത്തുള്ള ഓരോ പൊസിഷൻ നമ്മൾ എഴുതുമ്പോൾ ആൻസർ ഇങ്ങനെ വരും. 1, 1/2, 2, 1 എന്ന് വരും. അതേപോലെ വേറൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. Aij ഈക്വൽ ടു അതിൻ്റെ ഹോംവർക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു? I+2j the whole square by 2. I+2j the whole square by 2 എന്നായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹോംവർക്ക് കൂടെ നോക്കാം, അതിൻ്റെ ആൻസർ കൂടെ നോക്കാം. ആൻസർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഞാൻ ഇനി ചെയ്ത് സമയം കളയുന്നില്ല. ആൻസർ ഇതിൽ എഴുതിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 9/2, 25/2, 8, 18 ഇതാണ് ആൻസർ. ഒന്ന് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. Aij ഈക്വൽ ടു I+2j the whole square divided by 2. അതിൻ്റെ ആൻസർ ഇതിൽ കിടക്കുന്ന ആൻസർ, ടെസ്റ്റിനകത്തുള്ള ആൻസറാണ് ഞാൻ വായിക്കുന്നത്. 9/2, 25/2, 8, 18 എന്നാണ്. ഇത് രണ്ടുമായിരുന്നു നിങ്ങളുടെ ഹോംവർക്ക്. നമുക്ക് വേറൊരു കൺസ്ട്രക്ഷൻ്റെ പ്രോബ്ലം കൂടെ ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുക, നമ്മൾ വേറൊരു പ്രോബ്ലം കൂടെ ചെയ്ത് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഹോംവർക്ക് കൂടെ തരാം. അപ്പോൾ കൺസ്ട്രക്ഷൻ്റെ ഏകദേശം പ്രോബ്ലങ്ങളെല്ലാം കഴിയും. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കൂടെ കൺസ്ട്രക്ഷൻ്റെ ചെയ്യാം. എഴുതിക്കൊള്ളുക. കൺസ്ട്രക്റ്റ് എ 3/4 മെട്രിക്സ്. വലിയ പ്രോബ്ലം ആയിരിക്കും. കൺസ്ട്രക്റ്റ് എ 3/4 മെട്രിക്സ്. Construct a 3/4 matrix whose elements are given by Construct a 3/4 matrix whose elements are given by Aij is equal to 2i minus j. Aij is equal to 2i minus j. Construct a 3/4 matrix. 3/4 matrix ആകുമ്പോൾ നമുക്കറിയാം 3 റോയും വേണം, 4 കോളവും വേണം. 3/4 matrix whose elements are given by Aij is equal to 2i minus j. Aij equal to 2i minus j. അപ്പോൾ നമുക്കിതിൻ്റെ ജനറൽ ഫോം എഴുതി നോക്കാം. ജനറൽ ഫോം എന്നൊരു 3/4 മെട്രിക്സിൻ്റെ ജനറൽ ഫോം നോക്കാം. A equal to മെട്രിക്സ് A11, A12, A13, A14. 4 കോളമാണ് വേണ്ടത്. 4 കോളം വരെ എത്തി. 1, 2, 3, 4 കോളം. ഇനി 3 റോ എഴുതണം. ഒരു റോ എഴുതി കഴിഞ്ഞ് ഇനി 2 എഴുതണം. A21, A22, A23, A24. ഇപ്പോൾ 2 റോയായി. ഇനി ഒരു റോയും കൂടെ എഴുതുമ്പോൾ കംപ്ലീറ്റ് ആവും. A31, A32, A33, A34. ഓക്കെ ആയി. 3/4. അപ്പോൾ 3/3 ഓർഡർ മെട്രിക്സ് ആണ്. നമ്മൾ നോക്കാം. 3/4 ഓർഡർ മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 എലമെൻറ്റ്. അതിനകത്ത് 12 എലമെൻറ്റ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എലമെൻറ്റ് ഉണ്ട്. എലമെൻറ്റുകളുടെ ഫോം അവിടെ പറഞ്ഞിട്ടുണ്ട്. Aij ഈക്വൽ ടു 2i മൈനസ് j. ഇനി ഓരോന്നിൻ്റെയും ആൻസറുകൾ നമുക്കിനി കണ്ടുപിടിച്ച് നോക്കാം. A11 നോക്കാം നമുക്ക്. A11 ഈസ് ഈക്വൽ ടു ഐയുടെ ജെയുടെ വില കൊടുത്ത് ഞാൻ എഴുതുകയാണ്. 2 - 1 എന്നാണ് വരുന്നത്. 2 - 1 ഈക്വൽ ടു 1 എന്ന് എഴുതാം. അടുത്ത A12 നോക്കാം. A12 ആകുമ്പോൾ ഐയുടെ സ്ഥാനത്ത് 1, ജെയുടെ സ്ഥാനത്ത് 2. അപ്പോൾ 2 - 2 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അടുത്ത A13 ഈസ് ഈക്വൽ ടു ഐയുടെ സ്ഥാനത്ത് 1. അപ്പോൾ 2 - 3 എന്ന് പറയുമ്പോൾ -1.
അടുത്ത A14 which is equal to 2 minus 4 is equal to minus 2 എന്ന് കിട്ടും. അടുത്ത നോക്കാം A21 ആകുമ്പോൾ നമുക്ക് എന്തൊരു 4 വരും, അതിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കണ്ടേ. അപ്പോൾ 4 minus 1 എന്ന് വരും. 4 minus 1 എന്ന് പറയുമ്പോൾ 4 minus 1 3 എന്ന് എഴുതാം. അടുത്ത A22 ആകുമ്പോൾ ഇവിടെ 4 വരും, 4 minus 2 എന്ന് വരും. 4 minus 2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 എന്ന് എഴുതാം. അടുത്ത A23 അപ്പോൾ 4 minus 3 which is equal to 1. അതുപോലെ A24 which is equal to 4 minus 4 എന്നായിരിക്കും വരുന്നത്. 4 minus 4 is equal to 0. നമ്മൾ 8 എലമെൻറ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 4 കണ്ടുപിടിക്കണം. A31 is equal to 6 minus 1 equal to 5. A32 ആകുമ്പോൾ 6 minus 2 എന്ന് വരും. 6 minus 2 equal to 4 വരും. A33 ആകുമ്പോൾ 6 minus 3 എന്ന് വരും. 6 minus 3 equal to 3 എന്ന് വരും. അടുത്ത ലാസ്റ്റ് A34 which is equal to 6 minus 4 വരും. ആൻസർ 2 എന്ന് വരും. നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചു, ഓരോ എലമെൻറ്റുകളും കണ്ടുപിടിച്ചു. ഓരോ എലമെൻറ്റുകളും ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പൊസിഷനിൽ കൊണ്ട് കൊടുക്കണം. ആ പൊസിഷനിൽ കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആൻസർ എഴുതി, നിങ്ങൾ ആൻസർ കൊണ്ട് കൊടുക്കുക. അപ്പോൾ മെട്രിക്സിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മെട്രിക്സ് 1 0 -1 2 ഫസ്റ്റ് റോയിലുള്ള എലമെൻറ്റുകളാണ്. മെട്രിക്സ് നിങ്ങൾ കൊണ്ട് കൊടുക്കുക, ഞാൻ എഴുതുന്നില്ല. ഫസ്റ്റ് റോയിലുള്ള ആൻസറുകൾ ഇവിടെ എഴുതുക. മെട്രിക്സ് A = മെട്രിക്സ് 1 0 -1 -2 എല്ലാം ഇവിടെ എഴുതി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് റോയിലുള്ള എലമെൻറ്റുകൾ 1 0 -1 -2. അടുത്ത റോയിലുള്ള എലമെൻറ്റുകളും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ അടുത്ത റോയിൽ കൊടുക്കുക. 3 2 1 0. 3 2 1 0. അടുത്ത ലാസ്റ്റ് റോയിലുള്ള എലമെൻറ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 5 4 3 2. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതി കൊണ്ട് കൊടുക്കുക. നമ്മൾ വേറെ ക്വസ്റ്റ്യൻ കൺസ്ട്രക്റ്റ് 3/4 ഓർഡർ ഒരു മെട്രിക്സ്, നിങ്ങൾ എക്സസൈസിലെ ക്വസ്റ്റ്യനാണ്, നമ്മൾ എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് മെട്രിക്സ് ഫസ്റ്റ് റോ, ഞാൻ ആൻസർ എഴുതുന്നില്ല, ഞാൻ വായിക്കുന്നേ ഉള്ളൂ. ഫസ്റ്റ് റോയിൽ എത്ര എലമെൻറ്റ്? 4 എലമെൻറ്റ്. ഫസ്റ്റ് റോയിൽ 4 എലമെൻറ്റുകൾ ഞാൻ വായിക്കുകയാണ്. 1 0 -1 -2. സെക്കൻഡ് റോയിലുള്ള 4 എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? 3 2 1 0. 3 2 1 കൊണ്ട് കൊടുക്കുക, നിങ്ങൾക്കറിയാം. 3 2 1 0. അടുത്ത ലാസ്റ്റ് റോയിൽ വരുന്ന എലമെൻറ്റുകൾ 5 4 3 2. 5 4 3 2. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു, ആ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയി. ഇനി ഒരു ഹോംവർക്ക് ഞാൻ ഇപ്പോഴേ അങ്ങ് തരികയാണ്. ഹോംവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക. നമ്മളിപ്പോൾ ലാസ്റ്റ് സെക്ഷനിൽ ഇപ്പോൾ എന്തായാലും ഹോംവർക്ക് ഉണ്ടാവത്തില്ല. ഇപ്പോഴേ ഒരു ഹോംവർക്ക് തരികയാണ്, എഴുതിക്കൊള്ളുക. കൺസ്ട്രക്റ്റ് അതായത് ഓർഡർ ഇത് തന്നെയാണ്. കൺസ്ട്രക്റ്റ് എ 3/4 മെട്രിക്സ്. കൺസ്ട്രക്റ്റ് എ 3/4 മെട്രിക്സ്. ഇതേ ഓർഡർ തന്നെയാണ്. കൺസ്ട്രക്റ്റ് എ 3/4 മെട്രിക്സ് whose elements are given by Aij equal to 1/2 into modulus of -3i plus j. 1/2 into modulus of -3i plus j. ഇത് ഹോംവർക്കായിട്ട് ചെയ്യാൻ നോക്കുക. 1/2 into modulus of -3i plus j ഹോംവർക്കായിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോംവർക്ക് ഇപ്പോഴേ തന്നിരിക്കുകയാണ്. കൺസ്ട്രക്റ്റ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 3/4 of whose elements are in the order, whose elements are given by Aij equal to 1/2 into -3i plus j. നിങ്ങൾ അത് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഓർഡർ എഴുതുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഓർഡർ എഴുതുകയാണ്. ഇപ്പോൾ 2/3 ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് ആ മെട്രിക്സിനകത്ത് എത്ര എലമെൻറ്റ് വരുമെന്ന്. എലമെൻറ്റുകൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പറഞ്ഞു 2/3 ഓർഡർ മെട്രിക്സ് ആണെങ്കിൽ ആ മെട്രിക്സിനകത്ത് എത്ര എലമെൻറ്റ് വരുമെന്ന് നമുക്കറിയാം.
2/3 ഓർഡറിൻ്റെ മെട്രിക്സിനകത്താണെങ്കിൽ നമുക്കറിയാം അതിനകത്ത് എത്ര 2 റോ വരും, 2 റോ വരും, 3 കോളം വരും. അതിനകത്ത് എത്ര എലമെൻറ്റ് ഇവിടെ വരും? 6 എലമെൻറ്റ് വരും. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് 3/4 ഓർഡർ 3/4 ഓർഡർ ആണെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാൻ പറ്റും. 3/4 ഓർഡർ ആണെങ്കിൽ ആ മെട്രിക്സിനകത്ത് 3 റോ ഉണ്ട്, 4 കോളമുണ്ട്. മാത്രമല്ല ആ മെട്രിക്സിനകത്ത് എത്ര 12 എലമെൻ്റ് ഉണ്ട്. അത്രയും മനസ്സിലാക്കിക്കൂടെ? ഒരു ഓർഡർ പറയുമ്പോൾ നമുക്ക് എന്താ ആ ഓർഡറിൽ നിന്ന് റോ മനസ്സിലാക്കാം, കോളം മനസ്സിലാക്കാം, ആ മെട്രിക്സിൻ്റെ എലമെൻറ്റുകളുടെ എണ്ണം മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ എക്സസൈസിൽ 3.1 ഒരു ക്വസ്റ്റ്യനാണ്. എ മെട്രിക്സ് ഹാസ് 18 എലമെൻറ്റ്. നിങ്ങൾ എഴുതണ്ട, ഇപ്പോൾ എഴുതണ്ട, ഞാനൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്. ഒരു മെട്രിക്സ്, എ മെട്രിക്സ് ഹാസ് 18 എലമെൻറ്റ്. ഒരു മെട്രിക്സിനകത്ത് 18 എലമെൻ്റ് ഉണ്ട്. 18 എലമെൻ്റ് ഉണ്ടെങ്കിൽ വാട്ട് ആർ ദി പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ഹാവ്? ഒരു മെട്രിക്സിന് 18 എലമെൻ്റ് ഉണ്ട്. 18 എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതണ്ട, നമ്മൾ എക്സസൈസ് 3.1 ഒരു ക്വസ്റ്റ്യനാണ്. ഒരു മെട്രിക്സിനകത്ത് അപ്പോൾ ഞാനൊരു നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കിയാൽ 18 വരെ ഒരു ചെറിയൊരു 10 നമുക്ക് ആദ്യം ആ എക്സാമ്പിൾ നോക്കാം. എ മെട്രിക്സ് ഹാവ് 10 എലമെൻറ്റ്. ഒരു മെട്രിക്സിനകത്ത് 10 എലമെൻ്റ് ആണുള്ളത്. ഒരു മെട്രിക്സിനകത്ത് 10 എലമെൻ്റ് ഉണ്ട്. ഒരു മെട്രിക്സിനകത്ത് 10 എലമെൻ്റ് ഉണ്ടെങ്കിൽ വാട്ട് ആർ ദി പോസിബിൾ ഓർഡേഴ്സ്? നമ്മൾ പറഞ്ഞു ഓർഡർ എടുക്കുമ്പോൾ ഓർഡർ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആ എലമെൻറ്റുകളുടെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഓർഡർ എഴുതാം? 10ൻ്റെ മൾട്ടിപ്പിൾ വരുന്നത് 5/2, 2/5. ഇനി എഴുതാം 10/1, 1/10. ഇത്രയും മെട്രിക്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും ഓർഡറുള്ള മെട്രിക്സിൻ്റെ റോയും കോളോ അല്ല നോക്കേണ്ടത്, മെട്രിക്സിനകത്ത് വരുന്ന എലമെൻറ്റുകളുടെ എണ്ണമാണ്. ഇവിടെ നമ്മൾ 4 ഡിഫറൻറ്റ് ടൈപ്പിലുള്ള ഓർഡറിലുള്ള മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റും. ഈ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താ? ഈ മെട്രിക്സിനകത്ത് ഒരു റോയേ ഉള്ളൂ. ഒരു റോയും 10 കോളവും വരും. ഒരു റോയും 10 കോളവും ആണെങ്കിലും മൊത്തം എലമെൻറ്റ് 10 എണ്ണമായിരിക്കും. ഈ മെട്രിക്സ് ആണെങ്കിലോ ഈ മെട്രിക്സിനകത്ത് 5 റോയും 2 കോളവും വരും. 5 റോ വരും, 2 കോളം വരും. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻ്റ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഈ മെട്രിക്സിനകത്തോ നേരെ തിരിച്ച് 2 റോ വരും, 5 കോളം വരും. 2 റോയും 5 കോളവും. അതിന് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻ്റ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. അതേപോലെ ഇവിടെ 10 റോ വരും, ഒരൊറ്റ കോളമേ. 10 റോയും 1 കോളവും. 10 റോയും 1 കോളം നമ്മളിനിപ്പോൾ അങ്ങനെ എഴുതും. 10 റോയും 1 കോളവും. ഒറ്റ കോളം വരുന്ന റോയൊക്കെ നമ്മളിനിപ്പോൾ എഴുതും. റോയും കോളമൊക്കെ വരുന്ന എഴുതും. അപ്പോൾ ഈ മെട്രിക്സിനകത്ത് 10 റോ വരും, ഒരൊറ്റ കോളമേ ഉള്ളൂ. അപ്പോൾ ആ മെട്രിക്സിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ ഇത് കുഞ്ഞ് നമ്പറാണ്. അതേപോലെ നമുക്ക് 18ൻ്റെ ഒന്ന് നോക്കാം. 18ൻ്റെ നമുക്ക് നോക്കാം. 18. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എ മെട്രിക്സ്, ഇഫ് എ മെട്രിക്സ് ഹാവ് 18 എലമെൻറ്റ്, വാട്ട് ആർ ദി പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ഹാവ്? നമ്മൾ 18 എലമെൻ്റ് ഉണ്ടെങ്കിൽ 18ൻ്റെ മൾട്ടിപ്പിൾ എല്ലാം ഒന്ന് ഓർക്കുക. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഓർഡറാക്കി എഴുതുക. അപ്പോൾ 18ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ് തുടങ്ങുന്നത് 1 × 18 ആണ്. അപ്പോൾ 1 × 18 ആയിരിക്കും ഫസ്റ്റ് തുടങ്ങുന്നത്. നമുക്കത് എഴുതാം, 1 × 18. അടുത്ത എന്താ? 2 × 9. 2 × 9 എഴുതിക്കൂടെ? 2 × 9. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓർഡർ നമുക്ക് എഴുതാം. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതണമെന്ന് പറഞ്ഞു. 1 × 18. 1 × 18 എഴുതുകയാണെങ്കിൽ നമുക്ക് 18 × 1 എഴുതാം. അവിടെ നിൽക്കട്ടെ. 1 × 18 ഞാൻ താഴെ എഴുതാം. 1 × 18, 2 × 9. അടുത്ത 3 × 6. 4ലുണ്ടോ 18? ഇല്ല. 5ലും ഇല്ല. പിന്നെ 6ലേ ഉള്ളൂ. അപ്പം 6 ഇവിടെ നമുക്ക് എഴുതാം. 6 × 3. 6 × 3. പിന്നെ 9 × 2. പിന്നെ 18 × 1. ഇത്രയും പോസിബിൾ ഓർഡേഴ്സാണ്. കോമയായിട്ട് എഴുതാം. ഞാൻ താഴെ എഴുതാൻ വേണ്ടി. അപ്പോൾ 1 × 18, 2 × 9, 3 × 6, പിന്നെ 6 × 3, 9 × 2, 18 × 1. ഇത്രയും ഓർഡർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും പോസിബിൾ ഓർഡേഴ്സാണ് 18 എലമെൻറ്റ് വരികയാണ് എങ്കിൽ അതിനകത്ത് വരുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഇഫ് ഇറ്റ് ഹാസ് 5 എലമെൻറ്റ്സ്?
5 എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. 5 എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കും? 5 എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ മെട്രിക്സിൻ്റെ ഓർഡറിൻ്റെ 5ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എന്താ? 1 × 5ഉം 5 × 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതങ്ങ് ഓർഡറാക്കി എഴുതിയത് 5 എലമെൻറ്റ് വരുവുള്ളെങ്കിൽ എന്തൊക്കെയാണ്? 1 × 5 എന്നല്ല വായിക്കേണ്ടത്. നമ്മൾ ഓർഡർ എഴുതുമ്പോൾ എന്താണ്? 5/1ഉം പിന്നെ 1/5. അപ്പോൾ ഇത് നമ്മളെ എക്സസൈസിനകത്തുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, എഴുതേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ മെട്രിക്സ് ഹാസ് 18 എലമെൻറ്റ് വാട്ട് ആർ ദി പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ഹാവ്? ഇതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്: വാട്ട് ഇഫ് ഇറ്റ് ഹാസ് 5 എലമെൻറ്റ്? 5 എലമെൻറ്റ് ഉണ്ടെങ്കിലുള്ള കാര്യം. ഈ രണ്ടിൻ്റെ ആൻസർ നമ്മളോട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഒന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും, ഇതിപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞത്, ഇതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലൊരു ക്വസ്റ്റ്യൻ: ഇഫ് എ മെട്രിക്സ് ഹാസ് 24 എലമെൻറ്റ്. 24 എലമെൻറ്റ് ഉണ്ട് ഒരു മെട്രിക്സിനകത്ത്. വാട്ട് ആർ ദി പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ഹാവ്? 24 എലമെൻ്റ് ഉണ്ട് ആ മെട്രിക്സ് വരുന്ന പോസിബിൾ ഓർഡേഴ്സ് എല്ലാം എഴുതാൻ. അപ്പോൾ 24ൻ്റെ പ്രോഡക്റ്റുകളെല്ലാം നിങ്ങൾ ഇങ്ങനെ ബൈ ഇട്ടങ്ങ് എഴുതിയാൽ മതി. അത് നിങ്ങൾ ചെയ്തോളുക. അതേപോലെ തന്നെ ഇഫ് ഇറ്റ് ഹാസ് 13 എലമെൻറ്റ്, 13 എലമെൻറ്റ് ഉണ്ടെങ്കിൽ 5ൻ്റെ പോലെ തന്നെയാണ്. 13 എലമെൻറ്റ് ഉണ്ടെങ്കിൽ എന്താണ്? 13 × 1ഉം 1 × 13 മാത്രമേ വരത്തുള്ളൂ. അപ്പം അത് നിങ്ങൾ ചെയ്യുക. എക്സസൈസിൽ 3.1ൽ 2ഉം 3ഉം ചെയ്യുക. 3.1ൽ 2ഉം 3ഉം ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനോ അതേപോലെ ഒരു മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ ഓർഡറൊക്കെ എഴുതാനാണ്, അതും ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഹോംവർക്കുകൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എക്സസൈസ് 3.1ൽ ഫസ്റ്റ് പ്രോബ്ലം, സെക്കൻഡ് പ്രോബ്ലം, തേർഡ് പ്രോബ്ലം. പിന്നെ ഞാൻ വേറൊരു ഹോംവർക്ക് ഇതായി ഇവിടെ തന്നിട്ടുണ്ട്. ഇത്രയും ഹോംവർക്കുണ്ട്. എല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുണ്ട്. ആൻസർ അതിൻ്റെ ടെസ്റ്റിൻ്റെ പിറകിലും ഉണ്ട്. ആൻസർ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷനാണ്. 24ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാണെന്ന് എഴുതുക. 13ൻ്റെ മൾട്ടിപ്പിൾ, 18ൻ്റെ മൾട്ടിപ്പിളും 5ൻ്റെ മൾട്ടിപ്പിൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ഫസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു ഓർഡർ നോക്കണം, നമ്പർ ഓഫ് എലമെൻറ്റ് നോക്കണം, എലമെൻറ്റുകൾ എടുത്ത് എഴുതണം. ഒരു മെട്രിക്സ് തന്നിട്ട് ഒരു മെട്രിക്സ് പറഞ്ഞിരിക്കുകയാണ്. ആ മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണെന്ന് നമ്മൾ എഴുതണം. അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്, ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ് എത്രയാണെന്ന് എഴുതണം. കുറച്ച് പൊസിഷൻ തന്നിട്ട് ആ പൊസിഷനിൽ വരുന്ന എലമെൻറ്റുകൾ എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോഴേ ഹോംവർക്ക് തന്നിരിക്കുകയാണ്. 4 ഹോംവർക്ക് ഉണ്ട്. 3.1ലെ ഫസ്റ്റ് പ്രോബ്ലം, സെക്കൻഡ് പ്രോബ്ലം, തേർഡ് പ്രോബ്ലം, അതേപോലെ തന്നെ ഈ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവേണ്ടത്. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് മെട്രിക്സസ്. നമുക്ക് ടൈപ്സ് ഓഫ് മെട്രിക്സസ്, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കുറച്ച് മെട്രിക്സുകളെ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ടൈപ്സ് ഓഫ് മെട്രിക്സസ് നമ്മൾ സെറ്റ് പഠിക്കുമ്പോൾ ടൈപ്സ് ഓഫ് സെറ്റ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ടൈപ്സ് ഓഫ് മെട്രിക്സ് അടുത്ത ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് മെട്രിക്സസ്. ടൈപ്സ് ഓഫ് മെട്രിക്സസ് നമ്മൾ സെറ്റ് പഠിക്കുമ്പോൾ ഡിഫറെൻറ്റ് സിംഗിൾട്ടൺ സെറ്റ്, നൾ സെറ്റ്, പിന്നെ എന്താണ് ഇൻഫൈനൈറ്റ് സെറ്റ്, അങ്ങനെ നമ്മൾ ഒരുപാട് സെറ്റുകളെ കുറിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ് പഠിച്ചിട്ടുണ്ട്. യൂണിവേഴ്സൽ സെറ്റ്, സബ്സെറ്റ്, അങ്ങനെയൊക്കെ ഒരു. അതേപോലെ ടൈപ്സ് ഓഫ് മെട്രിക്സസിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് എന്ന് പറയുന്നത് കോളം മെട്രിക്സ്. നമ്പർ 1 കോളം മെട്രിക്സ്. ടൈപ്സ് ഓഫ് മെട്രിക്സിൽ ഫസ്റ്റ് പഠിക്കുന്നതാണ് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സ്, എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ കോളം മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 കോളം. ഒരൊറ്റ കോളം മാത്രമേ അതിനകത്ത് വരത്തുള്ളൂ. അത്തരം ടൈപ്പ് മെട്രിക്സിനെ പറയുന്ന പേരാണ് കോളം മെട്രിക്സ്. അപ്പോൾ കോളം മെട്രിക്സ് എന്താണെന്ന് സൈഡ് ഹെഡിങ് കൊടുക്കുക, അതിൻ്റെ ഡെഫിനിഷൻ എഴുതുക. എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ കോളം മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 കോളം. ഒരൊറ്റ കോളം മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. റോ എത്ര വേണോ വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ 5/1ഉം 10/1 ഒക്കെ എഴുതിയല്ലോ. ആ 10/1ൽ ഒരൊറ്റ കോളം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കോളം മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ എഴുതുക. കോളം മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ കോളം മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 കോളം. എഴുതുക, ഡെഫിനിഷൻ എഴുതുക. എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ കോളം മെട്രിക്സ്
എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ കോളം മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ കോളം. ഒരൊറ്റ കോളം മാത്രമേ അതിനകത്ത് വരുള്ളൂ. ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. എക്സാമ്പിൾ 2-3 എക്സാമ്പിൾ എഴുതണം. എക്സാമ്പിൾ കോളം മെട്രിക്സിൻ്റെ എക്സാമ്പിൾ ഞാൻ എഴുതുകയാണ്. എ ഈക്വൽ ടു മെട്രിക്സ് 1 - 6 3. ഇതിൽ എത്ര റോ ഉണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് 3 റോ ഉണ്ട്. 1 2 3. ഒരൊറ്റ കോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/1. 3 റോയും ഒരു കോളവും ആണല്ലോ. അതിൽ വേറൊരു എക്സാമ്പിൾ നോക്കാം. ബി ഈക്വൽ ടു മെട്രിക്സ് ടെസ്റ്റിനകത്തുള്ള എക്സാമ്പിൾ 0 √3 -1 1/2. 1/2. അപ്പോൾ അതിനെ നോക്കുക എത്ര റോ ഉണ്ട്. 1 2 3 4 റോ ഉണ്ട്. പക്ഷേ എത്ര കോളമേ ഉള്ളൂ? ഒരൊറ്റ കോളമേ ഉള്ളൂ. 4/1 ആണ് എൻ്റെ ഓർഡർ. അപ്പോൾ കോളം മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ എഴുതി, കോളം എക്സാമ്പിൾ എഴുതി, രണ്ടും എഴുതുക. ഡെഫിനിഷൻ ഒന്നുകൂടെ വായിക്കാം. എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ കോളം മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ കോളം. എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ കോളം മെട്രിക്സ്. A matrix is said to be a column matrix if it has only one column. എക്സാമ്പിൾ എഴുതി. എക്സാമ്പിളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് എഴുതുന്ന നമ്പറുകൾ മാറി വരും. പക്ഷേ സെക്കൻഡ് എഴുതുന്ന നമ്പർ എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. അപ്പോൾ ജനറലായിട്ട് എഴുതാം. ഇൻ ജനറൽ എ കോളം മെട്രിക്സ് ഓഫ് ഓർഡർ m/1. കോളം മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് m/1 ആയിരിക്കും. m/1. കോളം മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ m/1. റോ മാറിക്കൊണ്ടിരിക്കും. റോ എന്ന് പറയുന്നത് വേറെ ഇഷ്ടമുള്ള നമ്പർ വരാം. പക്ഷേ കോളം രണ്ടാമത് എഴുതുന്ന നമ്പർ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ കോളം മെട്രിക്സിൻ്റെ എക്സാമ്പിൾ എഴുതി ഡെഫിനിഷൻ എഴുതി അതിൻ്റെ ഓർഡറിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് m/1 ആയിരിക്കും. അപ്പോൾ കോളം മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എ മെട്രിക്സ് ഈ സെഡ് ടു ബി എ കോളം മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ കോളം. അതിൻ്റെ എക്സാമ്പിൾ 2 നമ്മൾ എഴുതി, അതിൻ്റെ ഓർഡർ എഴുതി, ജനറൽ ഫോം, ഓർഡറിൻ്റെ ജനറൽ ഫോം. ഇൻ ജനറൽ ദി കോളം മെട്രിക്സ് ഓഫ് ഓർഡർ m/n. കോളം മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? m/n-ലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സ് പഠിച്ചു. അടുത്ത ഇനി പഠിക്കുന്ന രണ്ടാമത്തെ മെട്രിക്സ് നമുക്ക് അറിയാമായിരിക്കും എന്തായിരിക്കും? കോളം മെട്രിക്സ് പഠിച്ചാൽ അടുത്ത രണ്ടാമത്തെ എന്തായിരിക്കും? റോ മെട്രിക്സ്. ROW. റോ മെട്രിക്സ് ആണ് നമ്മൾ രണ്ടാമത് പഠിക്കുന്ന മെട്രിക്സ്. റോ മെട്രിക്സ്. രണ്ടാമത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് റോ മെട്രിക്സ്. റോ മെട്രിക്സ് കോളം മെട്രിക്സിൻ്റെ പോലെ തന്നെ ആയിരിക്കും. എന്തായിരിക്കും റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. എന്താണ് റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ റോ മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ റോ. എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ റോ മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ റോ. ഒരൊറ്റ റോ മാത്രമേ പാടുള്ളൂ. എത്ര കോളം വേണം വരാം? ഒരൊറ്റ റോ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ റോ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ എഴുതുക. എന്താണ്? എ മെട്രിക്സ് is said to be a raw matrix. A matrix is said to be a raw matrix if it has only one row. If it has only one row. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് എഴുതാം. അപ്പോൾ A ഈക്വൽ ടു മെട്രിക്സ് 2 - 1 0. 2 - 1 0. അപ്പോൾ നിങ്ങൾ എത്ര റോ നോക്കുക? ഒരൊറ്റ റോയേ ഉള്ളൂ. എത്ര കോളം? അതിൻ്റെ എന്ന് വെച്ചാൽ 1/3 ആണ്. 1/3. വേറൊരു എക്സാമ്പിൾ B ഈക്വൽ ടു മെട്രിക്സ് -1/2 5 √3 2. -1/2 5 √3 2. അപ്പോൾ അതിന് എത്ര റോ ഉണ്ടെന്ന് നോക്കുക. അതിന് ഒറ്റ റോയേ ഉള്ളൂ. എത്ര കോളം ഉണ്ട്? 4 കോളം ഉണ്ട്. 1 2 3 4 കോളം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1/4 ആണ്. 1/4. അപ്പോൾ നമ്മൾ നേരത്തെ ഏതുള്ള ജനറൽ ഫോം എഴുതാം. ജനറൽ ഫോം എന്തായിരിക്കും? റോ മെട്രിക്സിൻ്റെ ജനറൽ ഫോം എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് ഉള്ള നമ്പർ മാറത്തില്ല, രണ്ടാമത്തെ നമ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എവിടെയാണ് മാറുന്നത്? കോളം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇൻ ജനറൽ ദി റോ മെട്രിക്സ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? 1/n ആണ്. റോ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1/n ആണ്. ജനറൽ മെട്രിക്സിൻ്റെ റോ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1/n ആണ്. അപ്പോൾ നമ്മൾ 2 മെട്രിക്സ് പഠിച്ചു. കോളം മെട്രിക്സും പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? റോ മെട്രിക്സ് പഠിച്ചു. കോളം മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താ? എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി a column matrix. A matrix is said to be a column matrix if it has only one column. A matrix is said to be a column matrix if it has only one column. Row matrix എന്ന് പറയുന്നത് എന്താ? A matrix is said to be a row matrix
ഇഫ് ഇറ്റ് ഈസ് ഓൺലി വൺ റോ. റോയും കോളവും അതിൻ്റെ ജനറൽ ഫോമും നമ്മൾ പഠിച്ചു ആണല്ലോ. അടുത്ത മൂന്നാമത്തെ ഒരെണ്ണം കൂടെ നമുക്ക് പഠിക്കാം, സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് മൂന്നാമത്തത് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ റോയും കോളവും എന്താവണം, ഈക്വൽ ആവണം. ഒരു മെട്രിക്സിൻ്റെ റോയും കോളവും ഈക്വൽ ആണ് എങ്കിൽ ആ മെട്രിക്സിനെ പറയുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. ഒരു മെട്രിക്സിൻ്റെ എന്ത് റോയും കോളവും ഈക്വൽ ആണ് എങ്കിൽ അത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണ് എന്ത്, സ്ക്വയർ മെട്രിക്സ്. എഴുതിക്കോ, എ മെട്രിക്സ് ഇൻ വിച്ച് ദി നമ്പർ ഓഫ് റോ ആൻഡ് കോളം ഈക്വൽ is said to be a square matrix. എഴുതുക, എ മെട്രിക്സ് ഇൻ വിച്ച് ദി നമ്പർ ഓഫ് റോസ് ആർ ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. എ മെട്രിക്സ് ഇൻ വിച്ച് ദി നമ്പർ ഓഫ് റോസ് ആർ ഈക്വൽ ടു നമ്പർ ഓഫ് കോളം. നമ്പർ ഓഫ് റോയും കോളവും എന്താവണം, ഈക്വൽ ആണ് എങ്കിൽ അത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണെന്ത്, സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ക്വയർ മെട്രിക്സ്? എ മെട്രിക്സ് ഇൻ വിച്ച് ദി നമ്പർ ഓഫ് റോസ് ആർ ഈക്വൽ ടു നമ്പർ ഓഫ് കോളം. റോയും കോളവും ഈക്വൽ ആയിരിക്കണം. അത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണെന്ത്, സ്ക്വയർ. അതായത് എമ്മും എന്നും എന്താവണം, ഈക്വൽ ആവണം. അത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണെന്ത്, സ്ക്വയർ മെട്രിക്സ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. എക്സാമ്പിൾ 1 2 0 1 2 3 6 1 2 3 6. അപ്പം എൻ്റെ റോയും കോളവും ഈക്വലാണ്. എത്രയാണ്? 2/2 ഓർഡറാണ്. 2/2 ഓർഡറാണ് ആണല്ലോ. അങ്ങനെ ഒരു 3/3 ഓർഡറുള്ള മെട്രിക്സ് നിങ്ങൾ എഴുതും. അപ്പം റോയും കോളവും ഈക്വൽ ആവുന്ന മെട്രിക്സിനെ പറയുന്ന പേരാണെന്ത്, സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലം ചെയ്തു. പിന്നെ ടൈപ്സ് ഓഫ് മെട്രിക്സിൽ 3 മെട്രിക്സ് പഠിച്ചു. സ്ക്വയർ മെട്രിക്സ് ആണ് ലാസ്റ്റ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ റോയും കോളവും ഈക്വൽ ആവണമെങ്കിൽ അത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ്. കോളം മെട്രിക്സും റോ മെട്രിക്സും ടൈപ്സ് ഓഫ് മെട്രിക്സിൽ പഠിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങൾ ഹോംവർക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.